Good morning everyone. Today we are going to discuss about trade fair. ട്രേഡ് ഫെയർ എന്ന് പറയുന്ന ഒരു ടേം ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള കൊമേഴ്ഷ്യലൈസ് ആയിട്ടുള്ള ഒരു ടേമാണ് ട്രേഡ് ഫെയർ എന്നുള്ളത്. ആ ഒരു പേരിൽ തന്നെയുണ്ട് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന എക്സിബിഷൻസിനെ അല്ലെങ്കിൽ ഒരു ഒരു എക്സ്പോ ആണ് ട്രേഡ് ഫെയർ എന്ന് സിംപ്ലി നമുക്ക് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ട്രേഡ് ഫെയർ ആൻഡ് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ആൻഡ് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാട്ട് ആർ ദി ടൈപ്സ്. സോ ഫസ്റ്റ് നമുക്ക് എന്താണ് ട്രേഡ് ഫെയർ എന്ന് ഡിസ്കസ് ചെയ്യാം. Simply a trade fair, trade show, trade exhibition or trade expo is an exhibition organized so that companies in a specific industry can showcase and demonstrate their latest product, services, study activities or rivals and examine recent market trends and opportunities. Simply പറയുകയാണെങ്കിൽ ട്രേഡ് ഫെയർ എന്ന് പറയുന്നത് ട്രേഡ് ഷോ, ട്രേഡ് എക്സിബിഷൻ ഓർ ട്രേഡ് എക്സ്പോ എന്നുള്ള പേരുകളിൽ എൻ്റർ ദ വേൾഡിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സത്യത്തിലൊരു കൊമേഴ്ഷ്യൽ പ്രോഗ്രാമാണ് ട്രേഡ് ഫെയർ എന്ന് പറയുന്നത്. ഇത്തരം ട്രേഡ് ഫെയറുകളിൽ സ്പെസിഫിക്കലായിട്ടൊരു ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഭൂരിഭാഗം സമയത്തും നടക്കാറ്. ഇപ്പം നമ്മൾ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ടൂർ ഓപ്പറേഷൻ കമ്പനീസ്, അതോടൊപ്പം തന്നെ ട്രാവൽ ഏജൻസീസ്, അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ ടൂറിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന KTDC പോലെ അല്ലെങ്കിൽ ITDC പോലത്തെയുള്ള അസോസിയേഷൻസ് ഒക്കെ ആയിരിക്കും ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ട്രേഡ് ഫെയറുകളിലൊക്കെ പങ്കെടുക്കുന്നത്. സോ ട്രേഡ് ഫെയറിൽ പങ്കെടുക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് കൂടി വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ട്രേഡ് ഫെയർ നടത്തുന്നതെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസയുടെ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് വിൽക്കുക എന്നുള്ളൊരു മൈൻഡോടുകൂടെ, അതല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഒരു ഇൻഡസ്ട്രിയിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളൊരു മൈൻഡോട് കൂടെയൊക്കെ ആയിരിക്കും ട്രേഡ് ഫെയറിൽ അവർ പങ്കെടുക്കുന്നത്. തുടർന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് കമ്പനീസ് ഇൻ എ സ്പെസിഫിക് ഇൻഡസ്ട്രി. ഭൂരിഭാഗം സമയത്തും ട്രേഡ് ഫെയർസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഏതെങ്കിലും ഒരു സ്പെസിഫിക്കൽ ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ആ കമ്പനീസും ആ ഒരു സ്പെസിഫിക്കൽ ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ കമ്പനീസ് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഡെമോൺസ്ട്രേറ്റ് ദെയർ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ്, സർവീസസ്, സ്റ്റഡി ആക്ടിവിറ്റീസ്. അതായത് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഏറ്റവും പുതിയ ആക്ടിവിറ്റീസ്, അതല്ലെങ്കിൽ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ്, അതല്ലെങ്കിൽ അവർ പുതുതായിട്ട് മാർക്കറ്റിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു സർവീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള ട്രേഡ് ഫെയറിൽ അവർ അവതരിപ്പിക്കുന്നത്. സോ എന്തിനാണ് ട്രേഡ് ഫെയർ എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഡയറക്റ്റ്ലി ഇപ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു ടൂറിസം പാക്കേജ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ടൂറിസം ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ട് ട്രേഡ് ഫെയർ നടക്കുന്നു. ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ പുതുതായിട്ട് ഇതുവരെ ആരും ചെയ്യാത്ത ഒരു ടൂറിസം പാക്കേജ് അവതരിപ്പിക്കുന്നു. സോ ഡയറക്റ്റ്ലി നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് മാർക്കറ്റിലേക്ക് വളരെ വലിയൊരു ക്യാപിറ്റൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഡയറക്റ്റ്ലി ഇറക്കുന്നതിനേക്കാൾ വളരെ മെച്ചമായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് എവിടെ നിന്ന് കിട്ടും? ട്രേഡ് ഫെയറിൽ കിട്ടും. സോ ഇത്തരത്തിലുള്ളൊരു പുതിയ പാക്കേജ് നമ്മൾ ട്രേഡ് ഫെയറിൽ അവതരിപ്പിക്കുന്നു. നമ്മളുടെ എതിരാളികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ വെൽവിഷേഴ്സ്, അതോടൊപ്പം തന്നെ നമുക്ക് ട്രേഡ് ഫെയറിൽ പങ്കെടുക്കുന്ന ഗസ്റ്റുകൾ, സബ്ജക്റ്റ് എക്സ്പേർട്ടുകൾ, ഇവരിൽ നിന്നൊക്കെ കൃത്യമായിട്ട് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റും. സോ നമ്മൾ അവതരിപ്പിക്കുന്ന പ്രൊഡക്റ്റിന് വളരെ പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടാണ് ഫീഡ്ബാക്ക് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ റിവൽസിൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ ഒരു പ്രൊഡക്റ്റിന്, ഇല്ലെങ്കിൽ ഈ ഒരു സർവീസിന്, ഈ ഒരു ആക്ടിവിറ്റിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വളരെ നെഗറ്റീവായിട്ടാണ് പറയുന്നത്, അയ്യോ ഈ ഒരു പാക്കേജ് ഒന്നും ആരും എടുക്കാൻ പോകുന്നില്ല, ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പാക്കേജ്, ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പാക്കേജ് ഒരു ട്രേഡ് ഫെയറിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഒരു ടൂർ പാക്കേജ് ഏകദേശം ഒരു 100 ദിവസത്തെ നീളുന്ന ഒരു ടൂർ പാക്കേജാണ് അവതരിപ്പിക്കുന്നത്. ഏകദേശം ഒരു 50 ലക്ഷം രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നതെന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ പറയണം. സോ ട്രേഡ് ഫെയറിൽ വരുന്ന കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ ഒരു ട്രേഡ് ഫെയറിനെ നോക്കി കാണുന്നു, നമ്മളുടെ അടുത്ത് വരുന്നു, നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിനെ കുറിച്ച് ചോദിക്കുന്നു, നമ്മൾ വളരെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. കസ്റ്റമേഴ്സ് പറയുകയാണ്, ഈ ഒരു കൊറോണ കാലത്തൊക്കെ ആരാണ് ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ള ട്രാവൽ പ്ലാൻ ചെയ്യുക? അത് സേഫ് ആണോ? അല്ലെങ്കിൽ ഇത്രയും പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും തയ്യാറാകുമെന്ന് ചോദിക്കണം. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് മനസ്സിലാവും? കസ്റ്റമേഴ്സ് ഒന്നും തയ്യാറല്ല, അല്ലെങ്കിൽ മാർക്കറ്റ് ഒന്നും ഇത്രയും വലിയൊരു റേറ്റിലുള്ള ഒരു പാക്കേജ് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറല്ല എന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇതാണ് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം. ട്രേഡ് ഫെയർസ് കൃത്യമായിട്ട് നടത്തുന്നത് മാർക്കറ്റിലെ ട്രെൻഡുകൾ, അതും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ട്രേഡ് ഫെയർസ് സംഘടിപ്പിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രേഡ് ഫെയർ, എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ടാണ് ട്രേഡ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ദ ഫസ്റ്റ് പോയിന്റ്, ടു മേക്ക് സെയിൽ കോണ്ടാക്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്പെസിഫിക്കലി ഇൻഡസ്ട്രി ഫോക്കസ്ഡ് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ട്രേഡ് ഫെയർസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നമ്മളുടെ എതിരാളികളായിരിക്കാം, അതും അല്ലെങ്കിൽ നമ്മളുടെ സെയിം സമയത്ത് തന്നെ ഇൻഡസ്ട്രിയിലേക്ക് വന്ന കമ്പനി ആയിരിക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് താഴെ തട്ടുള്ളൊരു കമ്പനി ആയിരിക്കാം. സോ എപ്പോഴും ഒരു ബിസിനസ് മാനെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലെങ്കിൽ അവരുടെ ചുറ്റിലുമുള്ള കമ്പനീസിനെ അല്ലെങ്കിൽ അവരുടെ എതിരാളികളായിട്ട് നിൽക്കുന്ന കമ്പനീസിനൊക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. സോ ഒരു ട്രേഡ് ഫെയറിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു ഇൻഡസ്ട്രി എന്ന നിലയിൽ മറ്റു ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെയിൽ കോണ്ടാക്ട്, മേ ബി നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് വിൽക്കുന്നതിനായിരിക്കാം, അതും അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും, ഒരു സെയിൽ കോണ്ടാക്റ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ പോയിന്റ്, ടു മെയിൻറ്റെയിൻ ഇമേജ് ആൻഡ് കണ്ടിന്യൂയിങ് കോണ്ടാക്ട് വിത്ത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. ട്രേഡ് ഫെയറുകൾ പൊതുവെ മറ്റ് എക്സിബിഷൻസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൊമേഴ്ഷ്യലൈസേഷൻ ആണെന്ന്, കൊമേഴ്സുമായി റിലേറ്റഡ് ആയത് ട്രേഡുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതോടൊപ്പം ചേർത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ വളരെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ബ്രാൻഡുകൾ, വളരെ ഹൈ പോഷ് ആയിട്ടുള്ള ബ്രാൻഡുകളൊക്കെയാണ് ട്രേഡ് ഫെയർ ഫോക്കസ് ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാം. സോ അവർ ഒരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ട്രേഡ് ഫെയർസിന് വളരെ വലിയ കമ്പയർ ടു അതർ, ഇപ്പോൾ ഒരു മീറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഒരു കോൺഫറൻസ് നോക്കുകയാണെങ്കിലും ഒക്കെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ട്രേഡ് ഫെയറിന് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു മീഡിയ കവറേജ് കിട്ടും. സോ ഇതുവഴി എന്ത് ചെയ്യാം, കമ്പനിക്ക് ഉള്ളൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വാല്യൂ നിലനിർത്തുക, അതോടൊപ്പം തന്നെ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അതായത് കമ്പനിക്ക് നിലനിൽക്കുന്ന കസ്റ്റമേഴ്സിനെ പുതുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യം കൂടെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ട്രേഡ് ഫെയറിൽ പറയുന്നു. മൂന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്, അതായത് മാർക്കറ്റിന് വേണ്ടിയുള്ള പുതിയ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ട്രേഡ് ഫെയറിൻ്റെ ഒരു ഭാഗമാണ്. നെക്സ്റ്റ് പറയുന്നത് ടു ഒബ്റ്റൈൻ ഫീഡ്ബാക്ക് ഫ്രം ബൂത്ത് വിസിറ്റേഴ്സ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾക്ക് കിട്ടുന്ന ട്രേഡ് ഫെയറിൽ നമ്മുടെ മാത്രമായിരിക്കില്ല. ഇപ്പോൾ പെട്ടെന്നൊരു ട്രേഡ് ഫെയർ പറയുകയാണെങ്കിൽ ഒരു കോസ്മെറ്റിക് ട്രേഡ് ഫെയർ ആണെന്ന് വിചാരിക്കാം. സോ നമുക്കൊരു ബൂത്ത് അല്ലെങ്കിൽ നമുക്കൊരു ഏരിയ ഉണ്ടായിരിക്കും, തൊട്ടപ്പുറത്ത് നമ്മുടെ കോസ്മെറ്റിക് ഫീൽഡിൽ നിന്നുള്ള അടുത്ത കമ്പനി ഉണ്ടാവും, അതിന് തൊട്ടപ്പുറത്ത് അടുത്ത കമ്പനി ഉണ്ടാവും. സോ 100-150 കമ്പനികളായിരിക്കും ഒരു ട്രേഡ് ഫെയറിൽ പങ്കെടുക്കുന്നത്. സോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ബൂത്തിലേക്ക് വരുന്ന കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫേസ് ടു ഫേസ് റിലേഷൻ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ടൂറിസത്തിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാണ്ട് ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. നമ്മൾ സർവീസ് കൊടുത്ത് ഗസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്താണ് ഗസ്റ്റ് പിന്നെ നമ്മളിലേക്ക് വരുന്നത് അല്ലേ. സോ നമുക്ക് ഗസ്റ്റുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഭാവിയിൽ അവതരിപ്പിക്കാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റും. ചില സമയത്ത് ഗസ്റ്റുകൾ എന്തായിരിക്കും, വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് പ്രതികരിക്കും അല്ലേ. ഞങ്ങളും ഇത്തരൊരു കാര്യം ഇത്രയും കാലം സഫർ ചെയ്തിരുന്നു, അതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അഫ്കോഴ്സ് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറാവും അല്ലേ. സോ അങ്ങനത്തെ പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള കമൻസും കിട്ടാം, അറ്റ് ദ സെയിം ടൈം നെഗറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള കമൻസും കിട്ടാം. സോ വി ആർ ലുക്കിംഗ് ഫോർ പോസിറ്റീവ് മൈൻഡഡ്. എപ്പോഴും അങ്ങനെയല്ല, ഒരു കമ്പനിയുടെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് എപ്പോഴും ഇത് പോസിറ്റീവായിട്ട് ചിന്തിക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൂടെയാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റോ ആ ഒരു സർവീസസോ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, നമ്മളിലേക്ക് വരുന്ന ബൂത്ത് വിസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. ഓക്കെ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ടു റിലേറ്റ് ആൻഡ് ടു ഇവാലുവേറ്റ് ടു ദ കോമ്പറ്റീഷൻ. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു സ്പെസിഫിക്കലായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് മിക്കവാറും ട്രേഡ് ഫെയർസ് ഉണ്ടാവാറുള്ളത്. സോ നമുക്ക് നമ്മുടെ ബിസിനസ് എതിരാളികളെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്കറ്റിലൊരു കോമ്പറ്റീഷൻ കൂടെ ട്രേഡ് ഫെയർ വഴി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ട്രേഡ് ഫെയർ എന്തുകൊണ്ടാണ് ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിത്തീരുന്നത് എന്നുള്ള പോയിൻ്റാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ഫെയർ ഹെൽപ്പ് ടു ലോഞ്ച് ന്യൂ പ്രൊഡക്റ്റ് ഓ സർവീസസ്. ഒന്നുകിൽ പ്രൊഡക്റ്റുകളോ അതല്ലെങ്കിൽ സർവീസുകളോ മാർക്കറ്റിലേക്ക് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡ് ഫെയറുകൾ നമ്മളെ സഹായിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വളരെ പോഷായിട്ടുള്ള, വളരെ എന്താ പറയുക, എക്സ്ക്ലൂസീവായിട്ടുള്ള, മാർക്കറ്റിൽ അത്ര അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനികളായിരിക്കും എപ്പോഴും ട്രേഡ് ഫെയർസ് എല്ലാം ഫോക്കസ് ചെയ്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് അതിലേക്ക് വരുന്ന ലാസ്റ്റിംഗ് ഇംപ്രഷൻ. ഒരുപാട് നല്ല ഇംപ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നൊരു ട്രേഡ് ഫെയറിൽ അവതരിപ്പിച്ചൊരു പ്രൊഡക്റ്റാണ്,
അവിടെ നല്ല അധികം ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷമാണ് ഇത് മാർക്കറ്റിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ അതിന് ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടാണ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഇംപ്രഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇംപ്രഷൻ എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ഫെയർ വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് എ പ്ലേസ് ഫോർ പേഴ്സണൽ ഇൻട്രാക്ഷൻ. തുടക്കത്തിൽ പറഞ്ഞല്ലോ, ബൂത്തിൽ വരുന്ന വിസിറ്റേഴ്സുമായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്നത്. സോ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഒരു കമ്പനി അതിൻ്റെ കസ്റ്റമേഴ്സിനെ എത്ര അധികം വില മതിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും കസ്റ്റമറിൻ്റെ ആംഗിളിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ ട്രേഡ് ഫെയറിൽ വഴിയുന്ന ഒരു കമ്പനി അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുന്നതിനെ നോക്കിക്കാണാം. അതായത് ഒരു കസ്റ്റമർ വരുന്നു, ഇപ്പം നമ്മൾ പെട്ടെന്ന് ലെക്സിൻ്റെ ഒരു ബൂത്തിലേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കാം. ലെക്സ് എന്ന് പറയുന്ന കമ്പനി പുതുതായിട്ട് സ്പ്രേ അല്ലെങ്കിൽ ബോഡി സ്പ്രേ അങ്ങനെ ഈ പെർഫ്യൂം എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് അവർ പുതുതായിട്ട് പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സോ അവർ ആ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 3-4 ഫ്ലവേഴ്സാണ്. ഈ ഫ്ലവേഴ്സിലുള്ള പെർഫ്യൂംസ് നമ്മൾ ഉപയോഗിക്കുന്ന വഴി നമ്മൾ പറയുകയാണ് ഇത് കൊള്ളില്ല, ഇത് എന്താ പറയുക, കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം, ഈ ഒരു സ്മെല്ല് അത്ര സുഖമുള്ളതല്ല എന്ന് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, അത് തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഈ തിരുത്തൽ എവിടെയാണ് നടക്കുന്നത്, ഒരു പേഴ്സണൽ ഇൻട്രാക്ഷൻ വഴിയാണ് നടത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് മാർക്കറ്റിംഗ്. കമ്പയർഡ് ടു ഇപ്പോൾ നമ്മൾ വലിയൊരു സ്റ്റാറിനെ വെച്ച് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു ട്രേഡ് ഫെയറിലൊരു പ്രൊഡക്റ്റ് അവതരിപ്പിക്കുന്ന വഴി മീഡിയ കവറേജ് നമുക്ക് കിട്ടും. നേരത്തെ ഒരു പോയിന്റിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു, ഒരുപാട് വളരെ വൈഡായിട്ടുള്ളൊരു മീഡിയ കവറേജ് എന്തിന് കിട്ടും, ട്രേഡ് ഫെയർസിന് കിട്ടും. സോ നമുക്കത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഏത് വഴി സാധ്യമാകുന്നുണ്ട്, ട്രേഡ് ഫെയർ വഴി സാധ്യമാകുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് കസ്റ്റമേഴ്സ് നമ്മളുടെ ബൂത്തിലേക്ക് വരുന്നുണ്ട്, ആ സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സ്പെസിഫിക് ആയ ടൈമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്ത് തുടങ്ങാം. അതായത് നിങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് പറയുന്നു എന്നുള്ള രീതിയിലേക്ക് വരാം. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ഒരു ഡയറക്റ്റ് സെയിലും കൂടെ, അതായത് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനോടൊപ്പം തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ഡയറക്റ്റ് സെയിലും കൂടെ നടത്തുന്നു. സോ ട്രേഡ് ഫെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റീസും കൂടെ കമ്പനികൾക്ക് നൽകുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ട്രേഡ് ഫെയർ ആണ്. ഒരുപാട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാമെങ്കിലും ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ 4 രീതിയിലേക്കാണ് നമുക്ക് ട്രേഡ് ഫെയർസിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ജനറൽ ഫെയർസ്, രണ്ടാമത് സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രി ഫെയർസ്, മൂന്നാമത്തെ റീജിയൻ ഓർ നാഷണൽ ഫെയർസ്, നാലാമത്തെ ഇൻ്റർനാഷണൽ ഫെയർസ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ പേരിൽ നിന്ന് തന്നെ ആ ഒരു ട്രേഡ് ഫെയറിൻ്റെ ഒരു കാറ്റഗറി എന്തുകൊണ്ടാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ ട്രേഡ് ഫെയർ എന്നുള്ളൊരു പോയിൻ്റാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനറൽ ട്രേഡ് ഫെയർ ഈസ് എ ടൈപ്പ് ഓഫ് ട്രേഡ് ഫെയർ ടു അലൗ ജനറൽ പബ്ലിക് ടു പാർട്ടിസിപ്പേറ്റ് ദിസ് ട്രേഡ് ഫെയർ. This kind of general trade fair helping for collecting feedback from customers and create customer loyalty. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജനറൽ ട്രേഡ് ഫെയർ സ്പെസിഫിക്കലായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നൊരു മാർക്കറ്റിംഗ് തൈക്യൂൺസിനെയോ അതും അല്ലെങ്കിൽ ബിസിനസ് തൈക്യൂൺസിനെയോ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ളൊരു സ്റ്റാർസിനെയോ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജനറലിയിലെ എല്ലാ പബ്ലിക്കിനും എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ട്രേഡ് ഫെയറുകളുടെ ഭാഗമാകാൻ വേണ്ടി പറ്റും. ഇത്തരം ട്രേഡ് ഫെയറിൻ്റെ ഭാഗമാകുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പനിക്ക് ആവശ്യമുള്ള ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കസ്റ്റമറുമായിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ലോയാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റീജിയണൽ ഓർ നാഷണൽ ട്രേഡ് ഫെയർ ആണ്. റീജിയണൽ ഓർ നാഷണൽ ട്രേഡ് ഫെയർ conducted in national level. It is a retail and order taking trade event and showcase different kind of product like handmade product, gift, decor, fashion, accessories, etc. This kind of trade fairs aims to primarily to help expand the presence of MSME, medium small scale in domestic market. Okay. റീജിയണൽ ഓർ നാഷണൽ ട്രേഡ് ഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി റീജിയണലിലോ അതല്ലെങ്കിൽ നാഷണൽ ലെവലിലോ നടക്കുന്ന ട്രേഡ് ഫെയറുകളെയാണ് നമ്മൾ റീജിയണൽ ഓർ നാഷണൽ ട്രേഡ് ഫെയർ എന്ന് പറയുന്നത്.
സിമ്പിളി ഇത്തരത്തിലുള്ള ട്രേഡ് ഫെയറുകൾ MSME അതായത് മീഡിയം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ട്രേഡ് ഫെയറുകൾ നാഷണൽ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ട്രേഡ് ഫെയറിൽ മോസ്റ്റ് പ്രോബബ്ലി എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ്. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ സംസ്ഥാനത്തിനും ഓരോ രീതിയിലുള്ള ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സിൻ്റെ വളരെ ലാർജ് വെറൈറ്റീസ് ഓഫ് എന്താ പറയുന്ന ഐറ്റംസുകളുണ്ട് അല്ലേ. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ കേരളത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കെയർ കൊണ്ടുള്ള ഒരുപാട് ഹാൻഡ് മെയ്ഡ് ഐറ്റംസുകളുണ്ട്. കോക്കനട്ട് ഷെല്ല് വെച്ചിട്ടുള്ള ഒരുപാട് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് മുള വെച്ചിട്ടുള്ള ഒരുപാട് ഹാൻഡ് മെയ്ഡ് ഐറ്റംസുകളുണ്ട്. അങ്ങനെ വെറൈറ്റീസ് ഓഫ് ഹാൻഡ് മെയ്ഡ് ഐറ്റംസുകൾ കേരളത്തിൻ്റെ കേസ് തന്നെയുണ്ട്. സോ ഇത്തരത്തിലുള്ള നാഷണൽ ട്രേഡ് ഫെയറുകൾ എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഓരോ സ്പെസിഫിക്കലായിട്ടുള്ള യുണീക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യും, എക്സിബിറ്റ് ചെയ്യും. ഓക്കെ, പ്രോഡക്റ്റ് ലൈക്ക് ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ്, ഗിഫ്റ്റുകൾ, അതായത് നമുക്ക് മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ, ഡീക്കോർ ഐറ്റംസ്, അതായത് ഫർണിച്ചേഴ്സ്, ഫാഷൻ ആക്സസറീസ് എക്സെട്ര. അതായത് ഇതൊക്കെ വരുന്നത് ഒരു വളരെ ലാർജ് ആയിട്ടുള്ള വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നല്ല, മറിച്ച് ഒരു മീഡിയം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാണ് ഇത്തരം പ്രൊഡക്റ്റുകൾ വരുന്നത്. ഇത്തരത്തിലുള്ള ട്രേഡ് ഫെയറിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി മുന്നിട്ട് നിർത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള നാഷണൽ ഓർ റീജിയണൽ ട്രേഡ് ഫെയർ നടത്തുന്നത്. ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഇന്ത്യക്ക് നാഷണൽ ആൻഡ് റീജിയണൽ ട്രേഡ് ഫെയർ ഉണ്ട്. അതിൽ തന്നെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വളരെ യുണീക്കായുള്ള പ്രോഡക്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അതേ സെയിം ടൈം തന്നെ അതിൻ്റെ ഒരു സെയിലും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള ട്രേഡ് ഫെയറിൽ നടക്കുന്നുണ്ട്. സംടൈംസ് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ, ഇപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളാണ് സെയിൽ ചെയ്യുന്നത് വിചാരിക്കാം. മേ ബി ഓല കൊണ്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റുകളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബൾക്കായിട്ടുള്ള ഓർഡർ എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റ് ദ സെയിം ടൈം ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. ഒരുപാട് മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് വേണം മേ ബി ഒരു ഓല കൊണ്ടുള്ളൊരു വസ്തു ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, എന്തെങ്കിലും ആയിക്കോട്ടെ. സോ ഇത്തരം സമയങ്ങളിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ ഒരു ഫെയറിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ഓർഡർ എടുക്കും, പിന്നീട് അത്തരം പ്രൊഡക്റ്റുകൾ അവർ ഡെലിവർ ചെയ്യും. ഇതിനുള്ളൊരു ഓപ്ഷനും കൂടെ ഇത്തരത്തിലുള്ള റീജിയണൽ ഓർ നാഷണൽ ട്രേഡ് ഫെയറുകൾ ഒരുക്കുന്നുണ്ട്. സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രിയൽ ട്രേഡ് ഫെയർ, ആ പേരിൽ തന്നെയുണ്ട്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫെയർ നടത്തുന്നത്. In this type of specialized trade fair for introducing very special product or services to the market. Second point, specialized industrial trade fair mainly focused on the popularity and media coverage of the product. വളരെ സ്പെസിഫിക്കലി ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ഉള്ള പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രിയൽ ട്രേഡ് ഫെയർസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രൊഡ്യൂസിങ് വെരി സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഓർ സർവീസസ് ടു ദ മാർക്കറ്റ്, എന്തെങ്കിലും വളരെ യുണീക്കായിട്ട് വേറെ ആരുടെ കയ്യിലും ഇല്ലാത്ത, വേറെ ഒരു കമ്പനിക്കും ഓഫർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും യുണീക്ക് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രിയൽ ട്രേഡ് ഫെയർസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള ട്രേഡ് ഫെയർസ് നേരത്തെ നമ്മൾ പറഞ്ഞു, ട്രേഡ് ഫെയർസിന് മറ്റ് രീതികൾ, അതായത് ഇപ്പോൾ ഒരു എക്സിബിഷൻ വെച്ച് നോക്കുമ്പോഴോ ഒരു കോൺഫറൻസ് വെച്ച് നോക്കുമ്പോഴോ കമ്പയർ ചെയ്യുന്ന സമയത്ത് ട്രേഡ് ഫെയറിന് വളരെ യുണീക്ക് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് മീഡിയ കവറേജ് ഉണ്ട്. സോ നാഷണൽ മീഡിയാസ് ആയിക്കോട്ടെ ഇൻ്റർനാഷണൽ മീഡിയാസ് ആയിക്കോട്ടെ വളരെ ഡീപ്പായിട്ട് ഇത് കവർ ചെയ്യാറുണ്ട്. സോ ഇതുവഴി അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്, കമ്പനിയുടെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ഒരു വലിയൊരു പോപ്പുലാരിറ്റിയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നടക്കുന്ന ട്രേഡ് ഫെയറുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ എന്ന് പറയുന്നത്. International trade fair can provide opportunities for firms to increase their global reach and exposure, to advertise their product and services and establish a new business relationship in international market. ആ പേര് തന്നെ തുടക്കത്തിലുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ട്രേഡ് ഫെയറുകളാണ് ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർ എന്ന് പറയുന്നത്. It is provide an opportunity for firms to increase their global reach and exposure. ഗ്ലോബൽ ലെവലിലുള്ളവർ എന്ത് ചെയ്യുന്ന ഒരു റീച്ച്, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വളരെ യുണീക്കായുള്ള പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മളൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ഫെയറിന് പോവുകയാണെങ്കിൽ ഗ്ലോബൽ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റീച്ച് കിട്ടാൻ പറ്റും, അതോടൊപ്പം തന്നെ ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റാബ്ലിഷ് എ ന്യൂ ബിസിനസ് റിലേഷൻഷിപ്പ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് നമ്മുടെ മേ ബി നമുക്കുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമ്പനി ആയിരിക്കാം, മേ ബി നമ്മുടെ താഴെയുള്ള കമ്പനികളായിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൃത്യമായിട്ടൊരു ബിസിനസ് റിലേഷൻഷിപ്പ്, മേ ബി നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പോകുന്നതെങ്കിലും ഒരു പേഴ്സൺ ആണ് പോകുന്നതെങ്കിലും അയാളുടെ കയ്യിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയറിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നതെങ്കിൽ
ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളായി തീരും. ഇത്രയാണ് പറയാനുള്ളത്. സോ കാറ്റഗറീസിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് ഫെയറിനെ പൊതുവെ 4ആയിട്ടാണ് തരംതിരിക്കുന്നത്. ജനറൽ ട്രേഡ് ഫെയർ, സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രി ഫെയർസ്, റീജിയണൽ ഓർ നാഷണൽ ഫെയർസ്, ഇൻ്റർനാഷണൽ ഫെയർസ്. സോ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ട്രേഡ് ഫെയർ എന്ന് പറയുന്നത്. ഈവൻറ്റ് മാനേജ്മെൻറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു കാര്യം കൂടിയാണ് ട്രേഡ് ഫെയർ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. വളരെ എക്സ്പെൻസീവ് ആണ്, അറ്റ് ദ സെയിം ടൈം വളരെ വൈഡ് ആയിട്ടുള്ളൊരു എക്സ്പോഷർ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ട്രേഡ് ഫെയർ എന്ന് പറയുന്ന ടോപ്പിക്ക്. സോ ഇത്രയും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.